ലേറ്റ് ആയില്ലല്ലോ. കാണാതിരുന്നപ്പോ ഒന്ന് പേടിച്ചു. ഏറ്റുമുട്ടുന്നത് അവന്തിയോടെ. 4 ചുറ്റിലും കണ്ണു വേണം. അതെനിക്കറിയാം. വളരെ സൂക്ഷിച്ചാ ഞാനും അമ്മയോടെ നിൽക്കുന്നത്. എന്തായി, ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തോ? ലാപ്ടോപ്പിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ച് തന്നതിന് നന്ദി പറയേണ്ടത് സമൃദ്ധ ചേച്ചിയോടാണ്. താങ്ക്സ് ചേച്ചി. നന്ദി എന്തിനാ പറയുന്നത്? അവന്തിയെ പൂട്ടേണ്ടത് നമ്മുടെ എല്ലാവരുടെ ആവശ്യം. അതിൽ ഓരോരുത്തരും അവരുടെ ഭാഗം കൃത്യമായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അവരുടെ മുഴുവൻ രഹസ്യങ്ങളും ഈ പെൻഡ്രൈവിലുണ്ട്. നമ്മളാരും ഇതുവരെ വിചാരിച്ച ആളല്ല അവന്തിക എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കോടതിക്ക് അവരെ ശിക്ഷിക്കാൻ ഈ തെളിവുകൾ ധാരാളം മതിയാകുമല്ലോ. ഇതാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്, അവന്തിയെ തീർക്കാനുള്ള വജ്രായുധം. അർച്ചന ചേച്ചി സാറും വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛനെ കൊന്നത് ആരെന്ന് പോലും അറിയാതെ ഞാനും അമ്മയും ഈ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വന്നേനെ. കുറച്ചുനാൾ കൂടി നിങ്ങൾ അവന്തിയുടെ വീട്ടിൽ താമസിക്കേണ്ടി വരും. ഈ കേസിനൊരു അന്ത്യം ഉണ്ടാകുന്നത് വരെ ഞാനും അമ്മയും ആ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കും. എന്റെ അച്ഛനെ കൊന്ന് ഞങ്ങൾ അനാഥരാക്കിയ രാക്ഷസിയെ കൈ വിലങ്ങ് വെച്ച് പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞേ ഞാനും അമ്മയും അവിടെ നിന്ന് തിരിച്ചു പോകും. നിങ്ങളൊന്നുകൊണ്ട് ഭയപ്പെടണ്ട, എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട്. അവന്തിയുടെ കണ്ണുകൾ എവിടെ എത്തും. അതുകൊണ്ട് വളരെ അത്യാവശ്യത്തിന് മാത്രം മതി നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ. ആദ്യം ഇതിനകത്തുള്ള ബോംബുകൾ എന്താണെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. അമ്മേ, അർച്ചനടുത്തിട്ട് ഫോട്ടോ നോക്കി ഇങ്ങനെ വെറുതെ കരയാന്നല്ലാണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഓരോ തവണ കാണും തോറും അമ്മയുടെ ദുഃഖം കൂടുതലേ ഉള്ളൂ. ഇനി തന്നെ ഞാനത് അകത്തേം വെക്കാം. പറയാൻ എളുപ്പാ മോളെ, പക്ഷെ പെറ്റ വയറിന്റെ നോവ് മറക്കാൻ പറ്റുന്നതല്ല. അമ്മേ, അർച്ചനടുത്ത് ഇവിടെ ആർക്കും മറക്കാൻ പറ്റത്തില്ല. അർച്ചനടുത്തയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർക്കുന്നത് തന്നെ വലിയ വേദനയോടെയാണ്. പക്ഷെ എപ്പോഴും വേദനിച്ചുകൊണ്ട് മാത്രം ഇരുന്നാ പോരല്ലോ, മുന്നോട്ട് നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. അർച്ചനടുത്തിയുടെ നഷ്ടം നികത്താൻ നമുക്ക് ഈ ജന്മത്തെ സാധിക്കില്ല. പക്ഷെ വിധി തീരുമാനിക്കുന്നതല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. മോളെ, പൊടിയും മാറാലയൊക്കെ പിടിച്ചു കിടന്നാലും ചിലതൊക്കെ സ്വയം തെളിഞ്ഞു വരും. വിധി നമ്മളിൽ അകറ്റി മാറ്റിയതൊക്കെ വിധി തന്നെ തിരിച്ചു കൊണ്ടുവരും. ഇതൊക്കെ അമ്മ തുടച്ചു മാറ്റിയെടുത്തതാ. ഇനി ഇതൊന്നും ആർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല മോളെ. അമ്മയ്ക്കിത് എന്താ പറ്റിയേ? സംസാരിക്കുന്നതൊക്കെ പരസ്പരം ബന്ധം വെച്ചതുപോലെ. ഇത്രയും കാലം നമ്മൾ അർച്ചനടുത്ത് ഇല്ലാതായി പോയ വേദനയോടെ തന്നെയല്ലേ ജീവിച്ചത്? ഇനി അങ്ങനെയൊക്കെ ജീവിച്ചേ പറ്റൂ. കണ്ടില്ലേ ഏട്ടാ, ഞാൻ നോക്കുമ്പോ അമ്മ ഈ ആൽബം എടുത്ത് ഇവിടെ ഇരുന്ന് കരയുവാ. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്ന് തന്നെ കൊടുത്താൽ മതി. എന്താ പറ്റി? ഒന്നുമില്ല മോനെ, ഒന്ന് തലകറങ്ങി വീണതാ. ഇവളമാരെല്ലാം കൂടെ ബഹളം കൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇതാ ഇപ്പൊ നന്നായത്. വെറുതെ കൊണ്ടുവന്നിട്ടതാ പോലും. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ മുറിയില് ബോധം കെട്ട് കിടക്കുമായിരുന്നു. വിളിച്ചിട്ട് കണ്ണും തുറക്കുന്നില്ല, ബോധവുമില്ല. ഇവിടെ കൊണ്ടുവന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായേ. പ്രഷർ കൂടി തലകറങ്ങി വീണതാ.
അമ്മ ബി പിയുടെ മരുന്ന് കഴിക്കുന്നില്ലേ? എന്റെ പൊന്നേട്ടാ, അതൊന്നുമല്ല കാര്യം. രാവിലെ ഏട്ടൻ കണ്ടില്ലായിരുന്നോ ആ കല്യാണ ആൽബം നോക്കിയിരിക്കുന്നത്? അപ്പൊ BP കൂടാൻ തുടങ്ങിയതാ. പെട്ടെന്ന് BP ഷൂട്ടപ്പ് ആയെന്ന് ഡോക്ടർ പറഞ്ഞു. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് അമ്മ ഈയിടെ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അധികം സങ്കടപ്പെടേണ്ടി വരില്ല. ദേ, വെറുതെ ആദ്യം എടുത്ത് വല്ലതും വരുത്തി വെച്ചാലുണ്ടല്ലോ, അമ്മയാണെന്നോ ഞങ്ങൾ നോക്കില്ല, പറഞ്ഞേക്കാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെന്റെ മോളെ മറക്കാൻ പറ്റും. മറക്കണമെന്നൊന്നും ആരും പറഞ്ഞില്ല. പക്ഷേ സങ്കടപ്പെടുന്നതിനൊരു ലിമിറ്റ് വേണം, അത്രേ ഉള്ളൂ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അർച്ചനയെടുത്തി വരേണ്ട സമയത്ത് വരും. ആ ഏട്ടാ, ഞാനിപ്പോ വരാവേ. ഫാർമസിയിൽ നിന്ന് കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ട്. ഇവള് കിടന്ന് ബഹളം വെക്കുന്ന പോലൊന്നും ഇല്ല മോനെ. അർച്ചനെ ഓർത്ത് അമ്മ ഇങ്ങനെ ആദ്യ പിടിക്കണ്ട. സമയമാവുമ്പോ അർച്ചന അമ്മയ്ക്ക് അരികെ തന്നെ വരും.